Okay, the next line, you turn your face, but does it bring your heart? I will work with then for your friend's friend. Never fear, treat his own subject after his own way. Here Andrea says that Andrea has succeeded in detaining her, though for a short while, be useful. Um, but does it bring your heart? Lucretia turns her face towards Andrea, not because of any feeling of love or sympathy, but because of the temptation that all shall happen as you wish. ആൻഡ്രിയ അവൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയാണ്, നീ വിചാരിച്ച പോലെ, നീ ആഗ്രഹിച്ച പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കാം എന്നുള്ള രീതിയിൽ ലുക്രേഷ്യ നോക്കുന്നു. ഇൻ ഹെർ ഹാർട്ട് ഷീ മസ്റ്റ് ബി തിങ്കിങ് ഓഫ് ഗോയിങ് ഔട്ട് ടു മീറ്റ് വൺ ഓഫ് ഹെർ ലവേഴ്സ്. അപ്പോൾ വേഗം ഇത് കേട്ടിട്ട് വേഗം എൻ്റെ ലവറിൻ്റെയൊക്കെ അടുത്ത് പോകണമെന്നാണ് ലുക്രേഷ്യയുടെ ആഗ്രഹം. അപ്പോൾ നെക്സ്റ്റ് ലൈനിൽ ട്രീറ്റ് ഹിസ് ഓൺ സബ്ജക്റ്റ് ആഫ്റ്റർ ഹിസ് ഓൺ വേ, ഫിക്സ് ഹിസ് ഓൺ ടൈം, അക്സെപ്റ്റ് ടു ഹിസ് ഓൺ പ്രൈസ് എന്ന് പറയുന്നത്, ഇഫ് യു പ്രോമിസ് ടു സിറ്റ് ബിസൈഡ് മീ ആൻഡ് നോട്ട് ക്വാറൽ മീ, നീ എൻ്റെ കൂടെ ഇരുന്ന് ക്വാറൽ ചെയ്യുന്നില്ല എങ്കിൽ നിൻ്റെ ആവശ്യം, അതായത് എന്താണ് ആവശ്യം, ഫോർ യുവർ ഫ്രണ്ട്സ് ഫ്രണ്ട്, എ wealthy friend of her lover commissioned Andrea to paint, and the money thus earned he will give to Lucretia. ഇതൊരു ഐറണിയാണ് അല്ലേ, കാരണം സ്വന്തം ഭാര്യയുടെ ലവറിൻ്റെ ഫ്രണ്ടിന് ക്യാഷ് കൊടുക്കാൻ വേണ്ടി ഇയാൾ പെയിൻറ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. She may give it to her lover to pay off his doubts. So the poor fellow is made to toil for his wife's lover. വൈഫിൻ്റെ ലവറിന് വേണ്ടിയിട്ട് ഈ പാവം ആൻഡ്രിയ കഷ്ടപ്പെട്ട് പെയിൻറ് ചെയ്യുന്നു, not for himself. And great art like great poetry cannot be produced to order. So Andrea here promises to paint according to the directions from his wife's friend's friend. അപ്പോൾ എങ്ങനെയാണ് പെയിൻറ് ചെയ്യേണ്ടതെന്ന് കൂടി വൈഫിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുവാണ്. And he will have no freedom at all to follow his own instincts or intuitions. അദ്ദേഹത്തിൻ്റെതായ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അദ്ദേഹത്തിൻ്റെതായ ഇൻസ്റ്റിങ്ക്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയാനൊന്നും തന്നെ ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ തൻ്റെ വൈഫിനോട്, തൻ്റെ വൈഫിൻ്റെ ലവറിൻ്റെ ഫ്രണ്ട് പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കാശിന് വേണ്ടിയിട്ടാണ് ഇയാൾ പണിയെടുക്കുന്നത്. ഓക്കെ, so next line, treat his own, fix his own time, accept to his own price. അപ്പോൾ ഇവിടെ ആൻഡ്രിയ പറയുകയാണ്, ട്രീറ്റ് ഹിസ് ഓൺ സബ്ജക്റ്റ് ആഫ്റ്റർ ഹിസ് ഓൺ വേ, ഗ്രേറ്റ് ആർട്ട് ലൈക്ക് ഗ്രേറ്റ് പോയിട്രി കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ് ടു ഓർഡർ. ആൻഡ്രിയ ഹിയർ പ്രോമിസസ് ടു പെയിൻറ്റ് അക്കോർഡിംഗ് ടു ദി ഡിറക്ഷൻ ഫ്രം ഹിസ് വൈഫ്സ് ഫ്രണ്ട്, വൈഫിൻ്റെ ഫ്രണ്ട് പറയുന്ന പോലെ തന്നെ പെയിൻറ്റ് ചെയ്യാമെന്ന് പറയുന്നു. സോ ഫിക്സ് ഹിസ് ഓൺ ടൈം, ആക്സെപ്റ്റ് ടു ഹിസ് ഓൺ പ്രൈസ്. കണ്ടില്ലേ ലൈൻ, ഫിക്സ് ഹിസ് ഓൺ ടൈം, ആക്സെപ്റ്റ് ടു ഹിസ് ഓൺ പ്രൈസ്. അതായത് നോട്ട് ഓൺലി ഈസ് ആൻഡ്രിയ പ്രിപ്പയർഡ് ടു സാക്രിഫൈസ് ഹിസ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ബട്ട് ഹീ ഈസ് ഓൾസോ പ്രിപ്പയർഡ് ടു ആക്സെപ്റ്റ് വാട്ട് എവർ റെമ്യൂണറേഷൻ ഹീ ഈസ് ഗിവൺ. അതായത് എത്ര റെമ്യൂണറേഷൻ കിട്ടിയാലും അത് പിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡി ആണെന്ന് പറയുന്നു. സോ ആർട്ടിസ്റ്റ് ഹാവ് ബീൻ നോൺ ടു സെൽ ദെയർ ഫ്രീഡം ഫോർ എ വെരി ഹൈ പ്രൈസ്. ഇവിടെ poor Andrea will be sacrificing his artistic freedom without having the liberty of fixing price for it. Neither his spiritual self nor his materialistic self will be satisfied. Okay, and shut the money into this small land. When next it takes mine, will it tenderly, oh I will content him. And shut the money into his small hand എന്ന് പറഞ്ഞാൽ this seemed to be the only way to persuade Lucretia to give him her company that evening. അതായത് അയാൾ ആകെ ആവശ്യപ്പെടുന്നത് ആ ഒരു ഈവനിങ്ങിൽ ലുക്രേഷ്യയ്ക്ക് ഒരു കമ്പനി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അയാൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാൾ പറയുവാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം, ഈ ഓഫേഴ്സ് ഒക്കെ അയാൾ പറയുവാണ്. ആൻഡ് he ensures that he will give her all the money that he receives for doing the portrait of her friend's friend. എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ആ പോർട്രേറ്റ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊള്ളാം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ക്യാഷ് കിട്ടുന്നതൊക്കെ തന്നോളാം. ഇറ്റ് ഈസ് മെയ്ഡ് ക്ലിയർ ഹിയർ ദാറ്റ് ലുക്രീഷ്യ കെയർഡ് ഓൺലി ഫോർ ദ മണി. ലുക്രീഷ്യ ഇവിടെ എന്താണ്, മണിക്ക് വേണ്ടി മാത്രമാണ് അയാളെ ആവശ്യമുള്ളൂ. ദാറ്റ് ഹിസ് പെയിൻറ്റിങ്സ് ഫെസ്റ്റ് ആൻഡ് നോട്ട് ഫോർ ദ ആർട്ടിസ്റ്റിക് മെറിറ്റ്സ് ദ പൊസസ്ഡ്. അപ്പോൾ അയാളെ പോലെയുള്ള
അത്രയും വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ പറയാവുന്ന പേരാണ് അയാളുടെ പേര്. അത്രയ്ക്ക് വലിയ ആർട്ടിസ്റ്റാണ്. പക്ഷെ അയാളുടെ ആർട്ടിസ്റ്റിൻ ടാലൻസിനൊന്നും അവൾ ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ദി സ്മോൾ ഹാൻഡ്, ദ ഹാൻഡ് ഓഫ് ലുക്രേഷ്യ. ദി സ്മോൾ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഓഫ് ലുക്രേഷ്യ. ഷട്ട് ദ മണി ഇൻ ടു ദി സ്മോൾ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ കാശും ഈ സ്മോൾ ഹാൻഡിലേക്ക്, ലുക്രേഷ്യയുടെ ഹാൻഡിലേക്ക് തന്നേക്കാം എന്നാണ് പറയുന്നത്. Okay, when next it takes mine, will it tenderly. The only favor poor Andrea expressed from his materialistic wife. അതായത് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ വൈഫിൽ നിന്നും ആൻഡ്രിയ എക്സ്പെക്ട് ചെയ്യുന്ന ഒറ്റ കാര്യം എന്താണ്? ഷി വുഡ് ബി പ്ലേസിങ് ഹർ ഹാൻഡ് ഇൻ ദോസ് ഓഫ് ഹിം ടു ടേക്ക് ദ മണി ഔട്ട് ദം. സോ അങ്ങനെ ചോദിക്കുവാണ്, വിൽ ഇറ്റ് ബി ടെൻഡർലി, അതായത് നീ ആ ക്യാഷ് എടുക്കാനായിട്ടാണെങ്കിലും എന്നോട് സ്നേഹത്തോടെ ആ ക്യാഷ് എടുക്കാൻ എൻ്റെ അടുത്ത് വരുമോ എന്ന് ചോദിക്കുവാണ്. സോ ഹി ഓൺലി വാണ്ട്സ് ടു മേക്ക് ഷുവർ ദാറ്റ് ഷി വിൽ ബി കൈൻഡ് ഇനഫ് ടു പുട്ട് ഹർ ഹാൻഡ്സ് ഇൻ ടു ഹിസ് ഇൻ എ ലവിങ് ആൻഡ് ടെൻഡർ ജസ്റ്റർ ഓഫ് ലവ്. അറ്റ് ദിസ് പോയിന്റ് ഒരു ദയം തന്നെ ഇല്ലാതെ ലുക്രേഷ്യ, ഹാർട്ട്ലെസ് ആസ് ഷീ ഈസ്, മസ്റ്റ് ഹാവ് ഷോൺ സം സൈൻസ് ഓഫ് ഡിസ്പ്ലഷർ. കാരണം ലുക്രേഷ്യ എന്തായാലും ആ സമയത്ത് ചിലപ്പം എന്തെങ്കിലും ഡിസ്പ്ലഷർ അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നോ എനിക്ക് ഞാൻ വരില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിരിക്കാം. സോ ആൻഡ്രിയ അഷ്യൂർസ് ഹർ ദാറ്റ് ഹി വിൽ നെവർ ഫെയിൽ ടു സാറ്റിസ്ഫൈ ഹർ ഫ്രണ്ട്സ് ദിസ് ടൈം. ഞാൻ ഒരിക്കലും നിൻ്റെ ഫ്രണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കില്ല. ഐ വിൽ കണ്ടന്റ് ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. ബട്ട് ടുമോറോ ലവ്, എന്താണ് ദിസ് ടൈം, ആൻഡ് ദാറ്റ് ഷീ നീഡ് നോട്ട് ഡിസ്ബിലീവ് ഹിം. ബട്ട് ടുമോറോ ലവ്, ഐ വുഡ് പെയിൻ ഫോർ ഹിം ടുമോറോ. നാളെ ഞാൻ അവന് വേണ്ടി പെയിൻ ചെയ്യും. ബിക്കോസ് ഐ ആം ടെറിബിളി ഇൻ നീഡ് ഓഫ് യുവർ പ്ലസൻറ്റ് കമ്പനി. പക്ഷേ കാരണം ഇന്ന് ഈ ഈവനിങ്ങിൽ ഐ ആം ബാഡ്ലി ഇൻ നീഡ് ഓഫ് യു. എനിക്ക് നിൻ്റെ ഒരു സമീപം ആവശ്യമാണ്. നീ ഇന്നിവിടെ ഇരുന്നേ മതിയാവും പെയിൻറ്റ് ചെയ്യാനായിട്ട്. നാളെ എന്തായാലും നിൻ്റെ ഫ്രണ്ടിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. സോ ടുഡേ യു ഷുഡ് അലൗ മീ ടു റിലാക്സ് ആൻഡ് ഐ പ്രോമിസ് to satisfy your friend next morning. So that is those lines. This evening more than usual, and it seems I often am much wearier than you think. That means you should be aware of the fact, my dear, what I am very much overworked nowadays, and that I am much more worried than you might be knowing about it. You are not at all aware. I would rather say of the fact how tired both physically and mentally. ഞാൻ വളരെ ടയേർഡാണ്, ഫിസിക്കലി മെൻ്റലി എല്ലാം ടയേർഡാണ്. സോ ഐ എം ദീസ് ഡേയ്സ് സിൻസ് ഐ ഹാവ് മോർ ഓർ ലെസ് ബീൻ വർക്കിംഗ് റൗണ്ട് ദ ക്ലോക്ക് ടു സാറ്റിസ്ഫൈ ഡിസേഴ്സ്. അപ്പോൾ ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്താലാണ് എനിക്കൊരു പെയിൻറ്റിങ്ങിന് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നീ അതിന് സഹകരിക്കണമെന്ന് പറയുന്നു. മീറ്റ് യുവർ ഫാബുലസ് എക്സ്പെൻസസ്. യെസ്, next line. This evening more than usual, and it seems as if forgive now, should you let me sit, and a line here by the window. 12th line. This evening more than usual, I feel completely exhausted, completely down and spent. I want to relax so that I may work tomorrow with redoubled energy and enthusiasm. I may work today because I will die and break any nerves that I feel completely exhausted now. They tired ആണ്. I want to relax so that I may work tomorrow. ഇന്ന് റിലാക്സ് ചെയ്താലാണ് ടുമോറോയ്ക്ക് എനിക്ക് റീഡബിൾഡ് എനർജി ആൻഡ് എന്തൂസിയാസം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആൻഡ് ഇറ്റ് സീംസ് ആസ് ഇഫ് എന്ന് പറഞ്ഞാൽ ഐ വിൽ ഡൈ ആൻഡ് ബ്രേക്ക് മൈ നെർവ്സ് ഇഫ് യു ഡു നോട്ട് ഗിവ് മീ യുവർ കമ്പനി ദിസ് ഈവനിങ്. അതായത് എനിക്കിന്ന് നിൻ്റെ സാമീപ്യം കൂടിയേ തീരുന്നു. നീ ഇവിടെ കൂടെ ഇരുന്നില്ലെങ്കിൽ എനിക്കിത് ഒന്നും ചെയ്യാൻ, നാളത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. So forgive now means asking for that seems to be too much. Never mind, I hope I am excused എന്നാണ് എന്നോട്. Forgive now, കണ്ടില്ലേ 13th line. Forgive now, should you let me sit please. നീ എൻ്റെ കൂടെ ഇരിക്കൂ, എന്നോട് ഇന്നത്തേക്ക് ക്ഷമിക്കൂ എന്ന് പറയാണ്. Should you, this is all I want, just sit with me at the window of the studio with your hands in mine and help me enjoy this evening. And we should sit together. See the line here by the window with your hand in mine and look a half or fourth on fees all.
അതായത് ഇവിടെ പറയുവാണ് വി ഷുഡ് സിറ്റ് ടുഗദർ നിയർ ദ വിൻഡോ, നമുക്ക് വിൻഡോൻ്റെ സൈഡിലിരിക്കാം, ആൻഡ് എൻജോയ് ദ സൈറ്റ് ഓഫ് ഡിസ്റ്റൻറ്റ് ടൗൺ ഓഫ് ഫ്ലോറൻസ് ഓൺ എ ഹിൽ ഓവർ ലുക്കിംഗ് ദ റിവർ ആർണോ. അപ്പോൾ ആ വിൻഡോ സൈറ്റും കണ്ടുകൊണ്ട് അവിടെ നിൽക്കാം ഫ്ലോറൻസിൽ. എന്താണ് യൂസ് എന്ന് പറഞ്ഞാൽ അക്കസ്റ്റം ടു എന്നുള്ള അർത്ഥമാണ്. ബോത്ത് ഓഫ് വൺ മൈൻഡ് ആസ് മാരീഡ് പീപ്പിൾ യൂസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആസ് എനി അതർ മാരീഡ് കപ്പിൾ ആർ അക്കസ്റ്റം ടു സിറ്റ്. അതായത് കല്യാണം കഴിഞ്ഞ ആളുകൾ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞിട്ടുള്ള വിവാഹിതരായിട്ടുള്ളവർ ഒരുമിച്ചിരിക്കുന്ന മാതിരി നമുക്ക് ഒരുമിച്ച് ഈ വിൻഡോയുടെ സൈഡിലിരുന്ന് കാഴ്ചകൾ കാണാം, ഇന്ന് വന്നിരിക്കൂ എന്ന് പറയുവാണ്. ഹീസ് റിക്വസ്റ്റിംഗ് ഹർ വൈഫ് ടു സിറ്റ് ബിസൈഡ് ഹിം. സോ ക്വയറ്റ്ലി കണ്ടോ, quietly the evening through കണ്ടോ, I might get up tomorrow to my work. Quietly എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സൈലൻ്റ്ലി സിറ്റിംഗ് ടുഗദർ ദ ഹോൾ ഈവനിങ്. ഈ ഈവനിങ് മുഴുവൻ വളരെ ശാന്തമായിട്ട് നമുക്ക് ഇരിക്കാമെന്ന് പറയുകയാണ്. ഐ മൈറ്റ് ഗെറ്റ് അപ്പ് ടുമോറോ ടു മൈ, എന്നിട്ട് രാവിലെ എണീറ്റ് ഞാൻ വർക്കിലേക്ക് പൊക്കോളാം. ചെയർഫുൾ ആൻഡ് ഫ്രഷ് ആസ് എവർ ലെറ്റ് us try. എന്താണ് വളരെ ചെയർഫുള്ളായിട്ട്, നീ ഇങ്ങനെ പിണക്കമായിട്ടിരിക്കാതെ ചെയർഫുള്ളായിട്ട് ഫ്രഷായിട്ട് വന്നിരിക്കൂ. ലെറ്റ് us try. This brief sentence clearly indicates that Andrea has not yet been favored by Lucretia with her company, and he asks her to try to see whether any good comes out of it, and such as her relaxation and enthusiasm for work to him and gain in the shape of money to her. Tomorrow how you shall be glad for this. കണ്ടോ ആ ലൈൻ, 20th ലൈൻ, ടുമോറോ ഹൗ യു ഷാൽ ബി ഗ്ലാഡ് ഫോർ ദിസ്. ദാറ്റ് ഈസ് ഷീ വിൽ ബി ഗ്ലാഡ് ടുമോറോ ഫോർ ദ ഹാപ്പി ഈവനിങ് ഹി സ്പെൻഡ്സ് വിത്ത് ഹർ നൗ. അതായത് ഇന്ന് ഈ ഈവനിങ്ങിൽ ഞാനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്താൽ നാളെ നിനക്കത് ഓർത്ത് സന്തോഷിക്കാൻ പറ്റും. ഫോർ ദ പ്രസൻറ്റ് ഹാപ്പിനെസ് വിൽ ഇൻസ്പയർ ഹിം ടുമോറോ ആൻഡ് ഹി വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ദ പിക്ചർ ദാറ്റ് വിൽ ബ്രിങ് ദ മണി ഷി വാണ്ട്സ്. അങ്ങനെ നാളെ ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാനും നീ ആഗ്രഹിച്ച ക്യാഷ് കിട്ടാനും ഇടവരുമെന്ന് പറയുന്നു. സോഫ്റ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ആൻഡേഴ്സ് ഡിപ്പെൻഡൻസി ഓൺ ആൻഡ് അഫെക്ഷൻ ഫോർ ലുക്രേഷ്യ. അതാണ് സോഫ്റ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ. യുവർ സോഫ്റ്റ് ഹാൻഡ് ഈസ് എ വുമൺ ഓഫ് ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സ്നേഹത്തോടെ പറയുവാണ്. ആൻഡ് മൈൻഡ് ദ മാൻസ് ബേഡ് ബ്രസ്റ്റ് ഷീ കേൾസ് ഇൻസൈഡ്. കണ്ടോ ആ ലൈൻ, ആൻഡ് മൈൻഡ് ദ മാൻസ് ബേഡ് ബ്രസ്റ്റ് ഷീ കേൾസ് ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ഹാൻഡ് curls in his hand as a woman curls on the bare breast of the man she loves. അതായത് തൻ്റെ സ്നേഹിതൻ്റെ മാറിൽ ഒരു സ്ത്രീ ചുരുണ്ട് കൂടി കിടക്കുന്ന മാതിരി എന്താണ് എൻ്റെ കയ്യിൽ നിൻ്റെ കൈ ഇങ്ങനെ ചേർന്നിരിക്കണം എന്ന് പറയാണ്. ഡോണ്ട് കൗണ്ട് ദ ടൈം ലോസ് നെയ്തർ യു മസ്റ്റ് സെർവ്. കണ്ടോ 23rd line, don't count the time lost neither. Andrea assures Lucretia that the time that she spends in his company would not be lost. He asks her not to think, ഞാനിവിടെ ലൈൻ ബൈ ലൈൻ അനാലിസിസ് ആണ് പറയുന്നത്. He asks her not to think that she would be wasting about half an hour in giving her sweet company. അതായത് ഈ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. He asked her not to think that she would be wasting about half an hour in giving her. അതായത് അവളുടെ സ്വീറ്റ് കമ്പനി അയാൾക്ക് കൊടുക്കുമ്പോൾ അതൊരു ടൈം വേസ്റ്റ് ആയിരിക്കില്ല, വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കില്ല എന്ന് അയാൾ അഷ്വർ ചെയ്യുവാണ്. ഡോണ്ട് കൗണ്ട് ദ ടൈം ലോസ് എന്ന് പറയുന്നത്. ഫോർ ഈച്ച് ഓഫ് ദ 5 pictures we require. Yesterday you must serve for each of the 5 pictures we require. കണ്ടില്ലേ 24th ലൈൻ. ഇവിടെ ആൻഡ്രിയ പറയുവാണ്, ആൻഡ്രിയക്ക് അറിയാം ആൻഡ്രിയയുടെ വൈഫിനെ ആകെ അട്രാക്ട് ചെയ്യുന്നത് ആൻഡ്രിയയുടെ മണി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് poor Andrea has always to talk in terms of money because that is the only thing that stimulates his wife's interest. He tells her that he has to paint 4 or 5 pictures for which he would receive quite a handsome amount in fees, and he would be saving the amount that is to be paid to the model. If Lucretia just agrees to give some of her time to him, Andrea is fully aware that Lucretia would never agree to give him her company if it were not for money. Okay. Next line, it serves a model. Do you see it? For each of the 5 pictures we record, it saves a model, so keep looking. So he makes it clear to her that
He wants her to sit there for those portraits that would be fetching handsome fees which will be finally hers and not for any personal interest of his own. He makes it clear to her that he wants her to sit there for those portraits that would be fetching handsome fees. അത് ഒത്തിരി ക്യാഷ് കിട്ടുന്ന ആ ഒരു പിക്ചേഴ്സിന് വേണ്ടിയിട്ട് നീ വെയിറ്റ് ചെയ്യുമെന്ന് പറയാണ്. വിൽ ബി ഫൈനലി ഹേഴ്സ്. അവസാനം അത് നിൻ്റെ തന്നെ ആയിരിക്കും. ഞാൻ എന്ത് പ്രൊഡക്ഷൻ ചെയ്താലും നിൻ്റെ തന്നെ ആയിരിക്കും. ആൻഡ് ഫോർ എനി പേഴ്സൺ ഇൻട്രസ്റ്റ് ഓഫ് ഹിസ് ഓൺ, നിനക്കത് വിൽക്കുമോ എന്തോ, നിനക്ക് ക്യാഷ് ഉണ്ടാക്കാം എന്ന് പറയും. പക്ഷെ നീ ഇവിടെ കുറച്ച് നേരം നീ ഒന്ന് ഇരിക്കൂ എന്ന് പറയും. സോ വളരെ heart touching lines ആണ് അത്. For each of the 5 pictures it says them also. Keep looking so my serpentining beauty, rounds on rounds. കണ്ടില്ലേ 26th ലൈൻ, മൈ serpentining beauty. ഇവിടെ ഈ ലൈൻ refers to the fascinating curves of Lucretia's beautiful figure. അപ്പോൾ ലുക്രേഷ്യയുടെ ഒരു ഫിഗർ തന്നെ നമുക്ക് അവിടെ കിട്ടുവാണ്. The word serpentining, apart from suggesting her body, അവിടെ ഒരു ഇങ്ങനെ പാമ്പ് പോലെ ഒരു ബോഡിൽ കർവെന്ന് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഓൾസോ ബ്രിങ്സ് ടു ദ റീഡേഴ്സ് മൈൻഡ് ദ ഈവിൽ സജഷൻസ് കണക്ട് വിത്ത് റോൾ വിച്ച് ദിസ് സർപ്പൻ പ്ലേഡ് ഇൻ ദ ഗാർഡൻ ഓഫ് ഏദൻ. നമുക്കറിയാം, പിന്നെ സർപ്പം ഹവയുടെ അടുത്ത് വന്നപ്പോഴാണല്ലോ ഏദൻ തോട്ടത്തിൽ പ്രശ്നം ഉണ്ടായത്. അപ്പം ആ ഒരു ഈവിൽ നേച്ചർ അവൾക്കുണ്ടെന്നുള്ളതും കൂടി ആ ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സർപ്പൻറ്റൈനിങ് ബ്യൂട്ടി എന്ന് പറയുമ്പോൾ അങ്ങനെയും കൂടി ഒരു മീനിങ് അതിനുണ്ട്. So source of feminine deception, loss of innocence and spiritual death എല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. The comparison contains a considerable amount of irony. ഈ ഒരു കമ്പാരിസൺ വലിയ കുറേ ഐറണി നമുക്ക് കിട്ടുന്നുണ്ട് അതിൽ നിന്ന്. The snake coiling itself round on round is beautiful, no doubt. കാരണം സ്നേക്ക് ഇങ്ങനെ ഇങ്ങനെ റൗണ്ടായിട്ട് കോയിൻ ചെയ്തിരിക്കുന്ന കാണാൻ ഭംഗിയാണ്, പക്ഷേ അത് സഫക്കേറ്റിംഗ് കൂടിയാണ്. ബട്ട് വാട്ട് ഓഫ് ദി പോയിസൺ ദാറ്റ് ഇറ്റ് ക്യാൻ ഇൻജെക്ട് ഇൻ ടു വൺസ് ബോഡി എനി ടൈം ദാറ്റ് ഇറ്റ് റിഫേഴ്സ് ടു. സോ ആൻഡ്രിയ മോസ്റ്റ് സെർട്ടൻലി ഹാസ് എ സ്നേക്ക് ഇൻ ഹിസ് വൈഫ്. അപ്പോൾ ഒരു സർപ്പത്തെ പോലെയാണ് അവളുടെ ഒരു മനസ്സ് എന്നുള്ളതും കാരണം വലിഞ്ഞു മുറുക്കി പിഴിഞ്ഞെടുക്കുന്നു എന്നുള്ള ഒരു കാര്യവും കൂടി അവിടെ കാണിക്കുന്നുണ്ട്. ഷീ ഈസ് ബ്യൂട്ടിഫുൾ ബട്ട് ഷീ ഹാസ് ഓൾസോ എൻട്രാപ്ഡ് ദ സോൾ ഓഫ് ദ ആർട്ടിസ്റ്റ്. അവൾ ബ്യൂട്ടിഫുൾ ആണ്, പക്ഷേ ആർട്ടിസ്റ്റിനെ അവൾ ചുറ്റി വരിഞ്ഞിരിക്കുവാണ് എന്നുള്ളൊരു മീനിങ് കൂടി അതിൽ ഉണ്ട് സർപ്പൻറ്റൈനിങ് ബ്യൂട്ടിയിൽ. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. അടുത്ത ലൈൻ ഏതാ? ഹൗ കുഡ് യു ever prick those perfect ears even to put the pearl there? Oh so sweet, my face, my moon, my everybody's moon. ഇവിടെ Andre is so thoroughly fascinated by the intoxicating beauty of his wife that he finds it difficult to imagine as to how could such delicate limbs as hers could never be put to the least strain even for the purpose of putting on some ornament. How could you ever prick those perfect ears even to put the pearl? അതായത് അവളുടെ കാതിൽ പേള് കുത്താൻ വേണ്ടി കുത്തിയിരിക്കുകയാണ്. അതൊക്കെ എങ്ങനെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ശരീരം നിനക്ക് കാത് കുത്താൻ പറ്റുന്നു, എങ്ങനെ നിനക്ക് സാധിക്കുന്നു? അത്രയ്ക്ക് സ്വീറ്റായിട്ട് പറയുവാണ്, സോഫ്റ്റ് ആണെന്ന് പറയാണ്. ഓ സോ സ്വീറ്റ്, മൈ ഫേസ്, മൈ മൂൺ, മൈ എവരിബഡീസ് മൂൺ. ഇവിടെ വീണ്ടും അവളെ കമ്പയർ ചെയ്യുന്നത് മൂണായിട്ടാണ്. എന്തുകൊണ്ടാണ്? Yes, the ecstasy of Andrea reaches its climax when he describes the beauty of her ears. But words fail him, he can utter no more than the word sweet എന്ന് മാത്രമേ അവന് പറയാൻ പറ്റുന്നുള്ളൂ. A person surcharged with emotion always find it difficult to give adequate expression to his thought. That exactly is the condition of Andrea in this particular case. And this shows Browning's deep understanding of human nature. My face, my moon, കണ്ടില്ലേ? A sort of sublimated jealousy takes possession of Andrea's mind as he ponders over the spellbinding beauty of his wife. Out of his enthusiasm and love for her, he calls her, എന്താണ് വിളിക്കുന്നത്? മൂൺ എന്ന് വിളിക്കുവാണ്. എന്താണ്? Her beauty, his face, his moon. But the idea that everybody who looks at is such a beautiful and charming face would most certainly call it in his own makes him rather sad. The fact that everybody admires the beauty of the face of Lucretia. അതായത് ആരും ലുക്രേഷ്യയുടെ ഫേസ് കണ്ടാൽ അഡ്മയർ ചെയ്യും ആൻഡ് പ്രിഫേഴ്സ് ടു കോൾ ഇറ്റ് ഹിസ് ഓൺ. അതായത് സ്വന്തമായിട്ട് എടുക്കാൻ തോന്നും. ആൻഡ് മേക്സ് ദ നേച്ചർ ഓഫ് ദ കമ്പാരിസൺ ക്ലിയർ. ദ ഫേസ് ഹാസ് ബീൻ കമ്പയർ ടു, അങ്ങനെ പ്രകൃതിയുമായിട്ട് തന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മൂണുമായിട്ട് കമ്പയർ ചെയ്തേക്കാണ് വിച്ച് ബിലോങ്സ് ടു ഓൾ. ഓക്കെ, ദിസ് ഈസ് ദ 30th ലൈൻ. ഓക്കെ,
ഓക്കെ, നമ്മൾ 32nd ലൈനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. 31 to 32. And I suppose the fact that everybody admires the beauty of the face of Lucretia and prefers to call it his own makes the nature of the comparison here clear. The face has been compared to the moon which belongs to all. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലുക്രേഷ്യ ഫേസ് മൂണിനെ പോലെയാണെന്നാണ് ആൻഡ്രിയ അവിടെ കമ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് 31 to 32. ആൻഡ് ഐ സപ്പോസ് വിച്ച് എവരിബഡി ലുക്സ് ഓൺ ആൻഡ് കോൾസ് ഹിസ്. അതായത് എല്ലാവരും നോക്കിയാലും അതുപോലെയുള്ള ഒരു ഭംഗിയാണ് കാണുന്നതെന്ന് പറയുന്നു. And I suppose is look on by in turn, while she looks no one's very dear no less. Here Andrea compares Lucretia to the moon, which attracts and enthralls everybody. അതായത് ആർക്കാണെങ്കിലും അട്രാക്റ്റ് ചെയ്യുന്ന ഭംഗിയാണ്, അട്രാക്ഷൻ തോന്നുന്ന ഭംഗിയാണ് മൂണിൻ്റേത്. So but while everybody looks at her and wishes to possess her, she belongs to no one very dear no less. In spite of all these things, I like, admire and love Lucretia as much as it is possible to love or admire anybody. Her wavering nature does not lessen my love for her, and I will continue to love her evermore. In spite of all these things, I like, admire and love Lucretia എന്ന് ആഡ്രിയ പറയുവാണ്. എല്ലാവരും തന്നെ അവളെ ആഗ്രഹിക്കുന്നു, അവളെ പൊസസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഷീ ബിലോങ്സ് ടു നോ വൺ. അവൾ ആർക്കും പ്രത്യേകിച്ച് ഒരു പൊസസ് ചെയ്യുന്നില്ല. പിന്നെ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് തിങ്സ് ഐ ലൈക്ക്, അഡ്മയർ. എന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ പോലും അവളെ ഞാൻ സ്നേഹിക്കുന്നു. ഇറ്റ് ഈസ് പോസിബിൾ ടു ലവ് ഓർ അഡ്മയർ എനിബഡി. ഹർ വേവറിങ് നേച്ചർ ഡസ് നോട്ട് ലെസൺ മൈ ലവ്. അതായത് അവൾക്ക് ഒരാളോട് ഇപ്പോൾ സ്നേഹിക്കുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറെ ആളോടായിരിക്കും. അങ്ങനെയുള്ള വേവറിങ് നേച്ചർ ആണെങ്കിലും എനിക്ക് ആ നേച്ചർ ഉണ്ടെങ്കിലും അവളുള്ള സ്നേഹം എനിക്ക് കുറയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയും. സോ ഐ വിൽ കണ്ടിന്യൂ ടു ലവ് ഹർ എവർമോർ. ഞാൻ അവളെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു പറയുന്നു. ഓക്കെ, യു സ്മൈൽ. Lucretia must have been amused to listen to all this fanciful talk of her husband. She must be thinking, look at this man, he talks like small children. അപ്പോൾ വീണ്ടും യു സ്മൈൽ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തേക്കാണ് അവിടെ പേജ് ലൈൻ 33-ൽ. Lucretia must have been amused to listen to all this fanciful talk of her husband. She must be thinking, look at this man, he talks like small children. അപ്പോൾ ഇത് കേട്ടിട്ട്, ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് അവൾക്ക് ചിരിയും പരിഹാസമൊക്കെ തോന്നിയിട്ട് അവൾ വെറുതെ ചിരിക്കുന്നുണ്ടായിരിക്കും. അതാണ് യു സ്മൈൽ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക്. നീ ചിരിക്കുവാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ വിചാരിക്കണ്ടാവും ലുക്ക് അറ്റ് ദിസ് മാൻ ഹി ടോക്സ്, ഒരു കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കാമെന്ന് വിചാരിക്കണ്ടാവും. ഈവൻ ഇഫ് ഹി നോസ് വാട്ട് ഐ ആം എ വുമൺ ഓഫ് ദാറ്റ് കൈൻഡ്, ഹി ഷുഡ് നോട്ട് പുട്ട് ഇറ്റ് ദാറ്റ് വേ. വൈ ദർ ഈസ് മൈ പിക്ചർ റെഡി മെയ്ഡ്. Andrea says that at the moment she looks a perfect model for a picture. Her smile would inspire him in the picture he paints next. അപ്പോൾ അവൾ ചിരിക്കുന്ന കണ്ടുമ്പോൾ പറയുന്നത്, നീ ചിരിക്കുവാണോ? വൈ ദർ ഈസ് മൈ പിക്ചർ റെഡിമെയ്ഡ്. അപ്പോൾ എൻ്റെ പിക്ചർ ശരിക്കും റെഡിമെയ്ഡായിട്ടിരിക്കുന്ന മാതിരി തോന്നുന്നു. ദിസ് വാട്ട് വി പെയിൻറ്റേഴ്സ് കോൾ അവർ ഹാർമണി. ഇറ്റ് ഈസ് ഇൻ സച്ച് മൊമെൻറ്റ് ഓഫ് എക്സൾട്ടേഷൻ. അതായത് പെയിൻറ്റേഴ്സ് ചില മൊമെൻറ്റ് ബ്ലിസ്ഫുൾ ആയിട്ട് തോന്നുമ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് ഓഫ് എക്സൾട്ടേഷൻ ദാറ്റ് പെയിൻറ്റേഴ്സ് ക്യാൻ പെയിൻറ്റ് ടെക്നിക്കലി പെർഫെക്റ്റ് പിക്ചേഴ്സ് ഇൻ വിച്ച് ദ വേരിയസ് പാർട്സ് ഓഫ് ഹാർമോണീസ് റിലേറ്റഡ് ടു ഈച്ച് അതർ. അപ്പോഴാണ് പെയിൻറ്റേഴ്സിന് നല്ലൊരു പിക്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. വേരിയസ് പാർട്സ് ആർ ഹാർമോണീസ് റിലേറ്റഡ് ടു, ഓരോ പാർട്ടും ഹാർമോണിയസ് ആയിട്ട് റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കുന്ന അപ്പോഴാണ്. Okay, next line. A common grayness silvers everything, all in a twilight, you and I alike. Here Lucretia says that, Andrea says, it is in such moment, this is the characteristic tragedy of Andrea as an artist. A common grayness silvers everything. This is the characteristic tragedy of Andrea as an artist. It constitutes his strength as well as weakness in the domain of art. The paintings that he does are all technically perfect and flawless. They are unique in tone and harmony, but they are lacking in soul and suggestiveness. They are steeped in grey color, indicating passive, insipid outlook, and they have no spiritual gusto about them. They create an effect of lifelessness and
passivity. So a common grayness silvers everything all in a twilight you and I alike എന്ന് പറയുന്ന അതാണ്. It constitutes his strength as well as weakness in the domain of art. The paintings that he does are all technically, അതായത് അവൻ ചെയ്യുന്ന പെയിൻറ്റിങ്സ് എല്ലാം ടെക്നിക്കലി പെർഫെക്റ്റും തെറ്റില്ലാത്തതുമാണ്. ദേ ആർ യുണീക്ക് ഇൻ ടോൺ ആൻഡ് ഹാർമണിയിൽ യുണീക്കാണ്. ബട്ട് ദേ ആർ ലാക്കിംഗ് ഇൻ സോൾ. പക്ഷെ അതിൽ ഒരു സോൾ അല്ലെങ്കിൽ സജസ്റ്റീവ്നെസ് ഇല്ല. ദേ ആർ സ്റ്റീപ്ഡ് ഇൻ ഗ്രേ കളർ ഇൻഡിക്കേറ്റിംഗ് പാസീവ് ഇൻസ്. അതായത് അവൻ ചെയ്യുന്ന എല്ലാ പിക്ചേഴ്സിനും ഒരു ഗ്രേനെസ് ഉണ്ടെന്ന് പറയണം, ഒരു പാസീവ്നെസ് ഉണ്ട്, ഇൻസിപ്പിഡ് ഔട്ട്ലുക്ക്. ദേ ഹാവ് നോ സ്പിരിച്വൽ ഗസ്റ്ററി അബൌട്ട് ദം. ദേ ക്രിയേറ്റ് എൻ എഫക്റ്റ് ഓഫ് ലൈഫ്ലെസ്നെസ് ആൻഡ് പാസ്. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ആക്റ്റീവ്, ലൈഫില്ല, ലൈഫ്ലെസ്നെസ് ആൻഡ് പാസിവിറ്റിയാണ് അത് കാണുന്നത് പറയുന്നത്. Okay, all in twilight. The idea expressed in line 35 is repeated here through another metaphor. അപ്പോൾ all in twilight എന്ന് പറഞ്ഞാൽ twilight silvers everything. It suggests toning down of colors to a point when they cease to exhibit their beauty and glory. അതായത് അതിൻ്റെ ബ്യൂട്ടിയും ഗ്ലോറിയും കാണിക്കേണ്ട ഒരു സമയത്ത് അത് ഡിം ആവുന്നൊരവസ്ഥ, അതാണ് twilight you and I alike. That is gone you know എന്ന് പറഞ്ഞാൽ you and I alike, you at the point of your first pride in me എന്ന് പറഞ്ഞാൽ Andre reminds his wife the life that they led when they met each other. അതായത് അവർ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായിരുന്ന അവരുടെ ലൈഫിനെ കുറിച്ച് പറയുന്നു. and fell mutually in love, but he perceives that all that love and liveliness are now gone forever. അപ്പോൾ എല്ലാം തന്നെ പോയി. It is almost a tragic fact, and its realization must have created a bitter feeling of sorrow and dejection in Andrea's mind. Now his moon is everybody's moon, and the lips that were once glad to, അതായത് ആദ്യം കണ്ടുമുട്ടിയ സമയത്ത് അവൻ്റെ തന്നെ മാത്രമായിരുന്നു, ഇപ്പോൾ ആ മൂൺ എല്ലാവരുടെയാണ്. അല്ലെങ്കിൽ ലിപ്സ് ദാറ്റ് were once glad to kiss him have become rather reluctant. He can simply imagine how beautiful those days were when they loved each other and lived so real partners in life ആയിട്ട് അവർ ജീവിച്ചിരുന്നപ്പോഴത്തെ ആ ലൈഫല്ല ഇപ്പോൾ. ബട്ട് നൗ ഹി കനോട്ട് ബ്രിങ് ദം ബാക്ക്. പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഹി വാണ്ട്സ് ലുക്രേഷ്യ ടു റീക്യാപ്ചർ ഫസ്റ്റ് വൈൻ കെയർലെസ് റാപ്ചർ, ബട്ട് ഹി ഡിസ്കവേഴ്സ് ദാറ്റ് ഇറ്റ് ഈസ് സിംപ്ലി ഇമ്പോസിബിൾ. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കി അതിപ്പോൾ ദാറ്റ്സ് ഗോൺ യു നോ. So the 39th line, my youth, my hope, my art being all torn down beyond a sober pleasant feast. അപ്പോൾ അന്നുണ്ടായിരുന്ന ആ എൻ്റെ യൗവനകാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദിവസങ്ങളും ഒന്നും ഇനി തിരികെ കിട്ടില്ല, അതെല്ലാം പോയെന്ന് പറയും. Visible clinking from the chapel top, the length of convent wall across the bay holds the trees safer, huddled more inside. So ഇവിടെ മെറ്റഫർ ഓഫ് ദ ട്രീസ് ഹഡിൽഡ് സേഫ്ലി ഇൻസൈഡ് ദ കോൺവെൻറ്റ് വാൾസ് എന്നുള്ള മെറ്റഫർ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇറ്റ് ആപ്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ ഷെൽട്ടേർഡ് എക്സിസ്റ്റൻസ് ഓഫ് ആൻഡ്രിയ, who, afraid of exposing himself to the searchlight of public opinion, remains confined within the walls of his house. Browning will later use in lines 168 the image of the weak-eyed bat to describe the closeted life of the painter. These images refer not only to Andre's physical existence but also to the state of his mind and art, which have been stunted by his age, a long habit of complacency and compromise. The myopic vision of the artist rendered him unfit for high flights or deep insights, lending thereby a drab mediocrity to his artistic creation. Last monk leaves the garden, days decrease and autumn grows. Autumn in everything. The whole seems to fall into a shape as if I saw alike my work and self, and all that I was born to be undo. Here see these lines. The scene of the poem is set against an autumnal evening. The days are relatively shorter in autumn, hence they are said to be decreasing. അതായത് ഡേയ്സ് ഒക്കെ ഓട്ടം സീസണിൽ ഷോർട്ടാണല്ലോ, അതായത് പെട്ടെന്ന് ഇരുട്ടാകുമ്പോൾ അതുകൊണ്ട് ഡേയ്സ് ആർ ടു ഡിക്രീസിങ് എന്ന് പറയുന്നത്. ഓട്ടം മീൻ എവറിത്തിങ്. ഓട്ടം ഹാസ് എ ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ദ കോമൺ ഗ്രേനെസ് ട്വൈലൈറ്റ് ഓഫ് ദ പ്രീവിയസ് ലൈൻസ്. നമ്മൾ പ്രീവിയസ് ലൈൻസിൽ അദ്ദേഹത്തിൻ്റെ പിക്ചേഴ്സിനെല്ലാം ഒരു ഗ്രേനെസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, ഗ്രേനെസ് ഒരു ട്വിലൈറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു ഇത് അവിടെ നമ്മൾ കാണുവാണ്. എന്താണ്
it has a direct connection with the common grayness. The effect of grayness in his paintings is compared to the heaviness of the autumnal evening, which are ashen grey in character and appearance. അത് നമുക്ക് കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ലൈൻ the hall seems to കണ്ടോ the halls seems to fall in a shape as if I saw like my work and self and all that I was born to be and do. Here the whole of the landscape seems to suggest a perfectly planned arrangement worthy of treatment on a canvas of the artist. Just as a landscape, it is bells clinking, it's monk leaving the convent. അതായത് ലാൻഡ്സ്കേപ്പിനെ കാണിക്കുവാണ്. അവിടെ നമ്മൾ പറഞ്ഞില്ലേ ബെൽ ക്ലിങ്കിങ് ചെയ്യുന്നു, monk leaving the convent. അപ്പോൾ ലാൻഡ്സ്കേപ്പ് ഹാസ് ആൻ ഓട്ടംനൽ ഹെവിനെസ് അബൌട്ട് ഇറ്റ്. സിമിലർലി ഹിസ് ഓൺ ലൈഫ് ഹാസ് എ കോമൺ ഗ്രേനെസ്. അതായത് ലാൻഡ്സ്കേപ്പിന് തന്നെ ഒരു ഓട്ടംനൽ ഗ്രേനെസ് ഉണ്ട്, അതിന് അവിടെ ഹെവിനെസ് ഉണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പിക്ചറിനും കോമൺ ഗ്രേനെസ്, ദറ്റ് സിൽവേഴ്സ് ടോൺസ് ഡൗൺ എവറിത്തിങ്. And he realizes with bitterness that all that he was born to do was a twilight piece. Work on self refer to Andre's life as a painter and as a human being. What he means to say is that he has not achieved success whether as a painter or as a lover. പെയിൻറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ലവറായിട്ടോ സൈഫിൽ സക്സസ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ആൻറ്റി റിയലൈസസ് വിത്ത് ബിറ്റർനെസ്, കയ്പോട് കൂടി എന്താണ് വിഷമത്തോടു കൂടി അഡ്മിറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? ഓൾ ദറ്റ് ഹി വാസ് ബോൺ ടു ഡു വാസ് ട്വൈലൈറ്റ് പീസ്. ഓക്കെ, ലവ് വി ആർ ഇൻ ഗോഡ്സ് ഹാൻഡ്സ്, ലെറ്റ് ഇറ്റ് ലൈ. ആൻറ്റിയ നൗ ടേക്സ് റിഫ്യൂജ് ഇൻ എ ഫൈറ്റലിസ്റ്റിക് philosophy. He says that all human beings are in the hands of God and that God is responsible for the kind of life which he and Lucretia are leading. Human beings think themselves to be free agents, but actually they are bound and changed by the will of God. And it says that they should acquiesce in the position in which God had placed them. അതാണ് ലൈൻ നോക്കൂ, 49th ലൈൻ. Love, we are in God's hand. Love, we are in. You see that? Love, we are in God's hand. How strange now looks the life. Yes, this one. Yes, this one. Love, we are in God's hand. Strange now looks as if. Looks the life he makes us learn. So free we seem, so fettered fast we are. I feel he laid the fetter. Let it lie. This chamber, for example, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആൻഡ്രിയ now takes refuge in a fatalist philosophy. He says that all human beings are in the hands of God and that God is responsible for the kind of life he and Lucretia are leading. Human beings think themselves to be free agents, but actually they are bound and chained by the will of God. Andre says that they should acquiesce in the position in which God had placed them. ദൈവം അവരെ ആക്കിയിരിക്കുന്ന ആ പൊസിഷനിലേക്ക് അവർ മാറിയിരിക്കണം. അപ്പോൾ അതാണ് ദിസ് ചേംബർ ഫോർ എക്സാമ്പിൾ, ടേൺ യുവർ ഹെഡ്, ഓൾ ദാറ്റ് ഈസ് ബിഹൈൻഡ് അസ്. കണ്ടില്ലേ, ദിസ് ചേംബർ ഫോർ എക്സാമ്പിൾ, turn your head, all that is behind us. You don't understand, no care to understand about my art. Well, up to now Lucretia had been looking through the window out at the Fiesole. Andre now asked her to turn her. Lucretia up from Fiesole വിൻഡോയുടെ ജാലകം തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൻഡ്രിയ നൗ ആസ്ക്ഡ് ഹർ ടു ടേൺ ഹർ ഫേസ് ബാക്ക് ടു ചേംബർ ഓഫ് ദ സ്റ്റുഡിയോ. ഇപ്പോൾ ആ പിക്ചർ വരയ്ക്കുന്ന ആ സ്റ്റുഡിയോയുടെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ഉള്ളിലേക്ക് നോക്കുമെന്ന് പറയാണ്. ഓൾ ദാറ്റ് ഈസ് ബിഹൈൻഡ് അസ്. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഓൾ ദാറ്റ് ഈസ് ദർ ഇൻസൈഡ് ദ സ്റ്റുഡിയോ, ബട്ട് ദ ഫ്രേസ് ബിഹൈൻഡ് അസ് എന്ന് പറഞ്ഞാൽ ഈസ് ക്വൈറ്റ് സിഗ്നിഫിക്കൻറ്റ് ഹിയർ. ബിഹൈൻഡ് അസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിക്കുന്നത്, ബിഹൈൻഡ് അസ് കണ്ടില്ലേ, ബിഹൈൻഡ് അസ് അത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ്. അതായത് it ironically suggests the past life of the miserable artist. ഈ പാവം ആർട്ടിസ്റ്റിൻ്റെ ബിഹൈൻഡ് അസ് പാസ്റ്റ് ലൈഫാണ് കാണിക്കുന്നത്. ആൻഡ് he asks his wife to turn her looks back not only towards inside of the studio but also towards, അതായത്
അയാൾ പറയുവാണ്, all that is behind us, you don't understand nor care to understand about my, അതായത് ടേൺ യുവർ ഹെഡ്, നീ നിൻ്റെ കണ്ണ് തുറന്നിട്ട് അല്ലെങ്കിൽ നിൻ്റെ തല ഇങ്ങോട്ട് തിരിക്കുക, നീ പുറത്തേക്ക് നോക്കാതെ നീ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ പാസ്റ്റ് മെമ്മറിയിലേക്ക് നോക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ യു പ്ലീസ് ലുക്സ് ഇൻസൈഡ് ഓഫ് ദ സ്റ്റുഡിയോ ബട്ട് ഓൾസോ ടുവേഴ്സ് ദ, not only towards the inside of the studio but also towards the memories of their past life. Okay, അതാണ്. Yes, Lucretia says that but you can hear at least when people speak. അത് നിനക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? യെസ്, ദിസ് ഈസ് ഒബ്വിയസ്ലി ദ ക്ലൈമാക്സ് ഓഫ് ദ ഹോൾ ട്രാജഡി. അതായത് Lucretia seems to be hardly aware of the public recognition that her husband has achieved. This is the barest minimum she is expected to do as his wife, but she has other things to note and care for. അദ്ദേഹത്തിൻ്റെ വൈഫ് ചെയ്യേണ്ട ഉത്തരവാദിത്വം പോലെ ചെയ്യാൻ അവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഷീ ഹാസ് അതർ തിങ്സ്, പക്ഷേ അവൾക്ക് എന്താണ് അതർ തിങ്സ് ടു നോട്ട് ആൻഡ് കെയർ ഫോർ. പക്ഷേ ഒത്തിരി വേറെ കാര്യങ്ങളിലേക്ക് അവൾ വ്യാപൃതിയായിരിക്കുകയാണ്. അവൾക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. മനസ്സിലായി? അപ്പോൾ അത് കാരണം അവൾ അതിലേക്കൊക്കെ പോവുകയെന്ന് പറയുകയാണ്. This is obviously the climax of the tragedy. Next cartoon, and that cartoon കണ്ടില്ലേ? അപ്പോൾ the second from the door. This word is here. എന്താണ്? This is obviously the word is here used in the sense of a humorous or satiric picture or painting. Its literal meaning is any large sketch on paper എന്നാണ്. കാർട്ടൂൺ ഉദ്ദേശിക്കുന്നത് any large sketch on paper എന്നാണ്. The second from the door. This painting is a standard of perfection and all other paintings should be as perfect as this is. All other paintings should be as perfect as this is. അപ്പോൾ അവൻ്റെ പെയിൻറ്റിങ് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് പെർഫെക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ മറ്റ് പെയിൻറ്റിങ്സ് എല്ലാം should be as perfect as this is. Behold Madonna. എന്താണ്? ആൻഡ്രിയ നൗ ടേൺസ് ഹിസ് വൈഫ്സ് അറ്റൻഷൻ ടു ഹിസ് ഫേമസ് പെയിൻറ്റിങ്. അപ്പോൾ വീണ്ടും മഡോണ എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത് മഡോണ ഡെൽ സാക്കോനിയാണ്. മഡോണ എന്ന് മീൻസ് ദ വെർജിൻ മേരി എന്നാണ്, മദർ ഓഫ് ജീസസ് ക്രൈസ്റ്റിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഡോണ ഡെൽ സാക്കോ എന്ന് പറഞ്ഞാൽ ആൻഡ്രിയ നൗ ടേൺസ് ഹിസ് വൈഫ്സ് അറ്റൻഷൻ ടു ഹിസ്, അദ്ദേഹത്തിൻ്റെ ആൻഡ്രിയയുടെ ഫേമസ് ആയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് മഡോണ ഡെൽ സാക്കോ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. മദർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ് മഡോണ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മഡോണാസ് ഓഫ് റാഫേൽ, ലിയോനാർഡോ ആൻഡ് ബോട്ടിസിലി, ഇവരൊക്കെ ഫേമസ് പെയിൻറ്റേഴ്സ് ആണല്ലോ. അവരുടെയൊക്കെ അവരൊക്കെ മഡോണ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഫേമസ് ആണ്. ഐ എം ബോൾഡ് ടു സേ എന്ന് പറയുകയാണ്. എന്താണ്? ഐ ടേക്ക് ദി ലിബർട്ടി ഓഫ് ക്രിറ്റിസൈസിങ് സച്ച് ആൻ അക്ലെയിംഡ് പെയിൻറ്റിംഗ് ഓഫ് സച്ച് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ബിക്കോസ് ദർ ആർ സർട്ടൻ ടെക്നിക്കൽ ഫ്ലോസ് ഇൻ ദ മഡോണ ഓഫ് റാഫേൽ. അതായത് മറ്റുള്ളവരുടെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന കിടപിടിച്ച് നിൽക്കുന്ന വലിയ പെയിൻറ്റേഴ്സാണ് ഈ റാഫേലും പിന്നെ നമ്മുടെ ആരൊക്കെയാണ് ബോട്ടിസില്ലി, ലിയോനാർഡോ, ഡാവിഞ്ചി, അവരെല്ലാവരും എന്ന് പറയുന്നു. അപ്പോൾ അവരുടെ പെയിൻറ്റിങ്സിലുള്ള ചില തെറ്റുകൾ കണ്ടുപിടിക്കാൻ, ക്രിറ്റിസൈസ് ചെയ്യാൻ ഞാൻ ബോൾഡാണെന്ന് പറയുന്നു. ഐ ക്യാൻ ഡു വിത്ത് മൈ പെൻസിൽ വാട്ട് ഐ നോ. ദിസ് ഈസ് ദ ക്ലെയിം ഓഫ് ആൻഡ്രിയ. അപ്പോൾ ആൻഡ്രിയ ക്ലെയിം ചെയ്യാണ്, ഹി സേസ് ദാറ്റ് ഹി ക്യാൻ ഡു വിത്ത് ഹിസ് പെൻസിൽ വാട്ട് ഗ്രേറ്റ് പെയിൻറ്റേഴ്സ് ലൈക്ക് റാഫേലിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വരെ എനിക്ക് പെൻസിലോട് ചെയ്യാൻ പറ്റും. ആൻഡ് ഹി ക്യാൻ പെയിൻറ്റ് as effortlessly as one might imagine. മറ്റുള്ളവർ ചിന്തിക്കുന്നതിലപ്പുറമായിട്ട് എനിക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. But he has unfortunately no deep meaning to impart his painting because he has nothing in his heart to inspire deep feelings. He can express himself quite flawlessly on canvas provided there is an incentive to do so. അതായത് he has unfortunately no deep meaning to impart to his painting because he has nothing in his heart to inspire deep feelings and he can express himself quite faultlessly on canvas provided there is an incentive to do so. That's what I see. And I do not boast. I can do with my pencil what I see, what at bottom of my heart, and I wish for
I wish for, I wish so deep, do easily too. When I say perfectly, I do not boast perhaps. ഞാൻ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പറയാണ്, ഞാൻ ബോസ്റ്റ് ചെയ്യുന്നതല്ല. Perhaps yourself are judge. And they asked Lucretia to recall to mind what the Pop's representative who visited them said about his paintings. അതായത് അവരെ വിസിറ്റ് ചെയ്ത ഒരു പോപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഇവൻ്റെ പെയിൻറ്റിനെ കുറിച്ച് പെയിൻറ്റിങ്സിനെ കുറിച്ച് പോയിട്ട് നീ ഓർക്കുന്നില്ലേ, ഞാൻ എന്നെ പോയിട്ട് പറയുന്നില്ല, നിനക്ക് തന്നെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്ന് പറയാണ്. റെപ്രസെൻറ്റേറ്റീവ്സ് ടെസ്റ്റിമണി ഷുഡ് ഡിസ്പെൽ വാട്ട് എവർ ഡൗട്ട് ഷീ മൈറ്റ് ഹാവ് അബൌട്ട് ഹിസ് ക്ലെയിം ദാറ്റ് ഹി ഈസ് എ പോളർ. അപ്പോൾ ഞാനൊരു ഫോൾട്ട്ലെസ് പെയിൻറ്ററാണ്, ഞാൻ ഒരു കറതീർന്ന അല്ലെങ്കിൽ ഒരു നല്ല പെർഫെക്റ്റ് പെയിൻറ്ററാണ്, മറ്റുള്ളവരെക്കാളും ചെയ്യുന്ന ആളാണ്, ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല എന്ന് പറഞ്ഞു. ലെഗേറ്റ് സം ഡിഗ്നിറ്ററി ഓഫ് ദി ചർച്ച് ആണ്. ലെഗേറ്റ് ഹു ലിസൺ ടു ദി ലെഗേറ്റ്സ് ടോക്ക് ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം പോപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ളവർ വന്നപ്പോൾ നീ കേട്ടതല്ലേ എൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആൻസർ. ആൻഡ് ജസ്റ്റ് ആസ് മച്ച് ദേ യൂസ് ടു സേ ഇൻ ഫ്രാൻസ്, അറ്റ് എനി റേറ്റ് ദിസ് ഈസി ഓൾ ഓഫ് ഇറ്റ്. And his reputation as a faultless painter is not confined to his own country. അവൻ്റെ കൺട്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല അവരുടെ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഹാസ് ട്രാവൽ ടു ഫ്രാൻസ് വെർ ഹീ ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ബൈ പേട്രൺസ് ഓഫ് ആർട്ട്. ഫ്രാൻസിലെ എല്ലാം ഇവനെ ഗ്രേറ്റ് ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞേക്കണെയാണ്. ആൻഡ് ദിസ് ക്ലിയർലി അല്യൂഡ്സ് ടു ദ ഇൻവിറ്റേഷൻ റിസീവ്ഡ് ബൈ ആൻഡ്രിയ ഫ്രം കിങ് ഫ്രാൻസിസ് ഫസ്റ്റ് ഓഫ് ഫ്രാൻസിസ്. അതായത് അവിടുത്തെ കിങ് ഇദ്ദേഹത്തെ ഫേമസ് ആയതുകൊണ്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നു. സോ അറ്റ് എനി റേറ്റ് ദിസ് ഈസി ഓൾ ഓഫ് ഇറ്റ്. കണ്ടില്ലേ, അറ്റ് എനി റേറ്റ് ദിസ് ഈസി ഓൾ ഓഫ് ഇറ്റ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആൻഡ് കോൺഫിഡൻ്റ്ലി അസേർട്സ് ദാറ്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ പെയിൻറ്റിംഗ് ടെക്നിക് ആർ to him as easy as a child's play. He could accomplish them even with his left hand. അതായത് ഒരു ഇടത് കൈ കൊണ്ട് വരെ അവന് ഈ പറഞ്ഞ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, അവനത് വളരെ ഈസിയാണ് എന്ന് പറയും. No sketches first, no studies that's long past. No voices in the line of painting. First make a sketch of the work, then complete it and finally fill in colors. അതായത് സ്കെച്ച് ചെയ്യുന്നു, കളർ ചെയ്യുന്നു. ബട്ട് ആൻഡ്രി ഈസ് നോ ലോങ്ങർ ഇൻ നോ വോയിസ്, ഹീ ഈസ് എ മാസ്റ്റർ നൗ. ഓക്കെ, sorry, no voice അല്ല, novices in the line of painting first make a sketch of the work and is no longer a novice, he is a master now. He can tackle all the three stages simultaneously. അപ്പോൾ ഒരു തുടക്കക്കാരനല്ല, എല്ലാം തന്നെ അറിയാവുന്ന ആളാണ് പെയിൻറ്റിങ്ങിൽ. all his lines are complete in one single stroke. That shows how proficient he is. വളരെ പ്രൊഫഷൻ്റ് ആയിട്ടുള്ള ആളാണ്, ഫേമസ് ആണ്, equipped ആണ്, എക്സ്പേർട്ട് ആണ്. ആൻഡ് ഈവൻ വിത്ത് സച്ച് സ്പീഡ് ഹിസ് പ്രൊഡക്റ്റ് ഈസ് സ്പോട്ട്ലെസ് ഇൻ പോയിന്റ് ഓഫ് ടെക്നിക്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ എല്ലാ ടെക്നിക്സും അറിയാവുന്ന ആളാണ്, അതുകൊണ്ട് പെർഫെക്റ്റ് ആണ് പെയിൻറ്റിങ്സ്. സോ നെക്സ്റ്റ് ലൈൻ, ഐ ഡു വാട്ട് മെനി ഡ്രീം ഓഫ് ഓൾ ദെയർ ലൈവ്സ്. കണ്ടില്ലേ, അതായത് ആൻഡ് ഹി കൺസോൾസ് ഹിംസെൽഫ് വിത്ത് ദ തോട്ട് ദാറ്റ് ഹീ ഈസ് ബൈ ഫാർ ദ ബെറ്റർ ഓഫ് മെനി ആർട്ടിസ്റ്റ് ബിക്കോസ് he can do what they strive for and dream of all their lives and yet fail to achieve. But dream, strive to do and agonize to do. I do what many dream of all their lives. അതായത് എല്ലാ ആർട്ടിസ്റ്റും അവർ സ്വപ്നം കാണുന്ന എന്താണെന്ന് അയാൾക്ക് അറിയാം. അപ്പോൾ അവരെക്കാളൊക്കെ ഞാൻ ബെറ്ററാണ്. ആൻഡ് ഹി ക്യാൻ ഡു വാട്ട് ദേ സ്ട്രൈവ് ഫോർ ആൻഡ് ഡ്രീം ഓഫ് ഓൾ ദെയർ ലൈഫ്സ് ആൻഡ് ഇറ്റ് ഫെയിൽ ടു അച്ചീവ്. അതായത് മറ്റു ആർട്ടിസ്റ്റ് സ്വപ്നം കാണുന്ന തരത്തിലുള്ള പെയിൻറ്റിങ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് പുള്ളി കൺസോൾ ചെയ്യാണ് സ്വയം. സോ സ്ട്രൈവ് ടു ഡു അല്ലേ, ആൻഡ് അഗനൈസ് ടു ഡു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദീസ് ലെസർ പെയിൻറ്റേഴ്സ് ഈവൻ വിത്ത് എ ലൈഫ് ലോങ് എഫേർട്സ്. അതായത് മറ്റ് വളരെ പ്രസിദ്ധരായ പെയിൻറ്റേഴ്സ് അവരുടെ ലൈഫ് ലോങ് എഫേർട്സ് കൊണ്ട് അവരുടെ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യം ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്നു. ഫെയിൽ ടു അറ്റൻഡ് ദ സ്റ്റാൻഡേർഡ് അച്ചീവ്ഡ് ബൈ ആൻഡ്രിയ ചെയ്യുന്ന പെയിൻറ്റിങ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇവർക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ദ ഫോഴ്സ് ആൻഡ് സ്പീഡ് ഓഫ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡ്രമാറ്റിക് utterances ഓഫ് ദ പോയം. അയാൾ പറയുകയാണ്, സ്ട്രൈവ് ടു ഡു ആൻഡ് അഗനൈസ് ടു ഡു ആൻഡ് ഫെയിൽ ഇൻ ഡൂയിങ്. I could count 20 such on twice your fingers. കണ്ടില്ലേ അല്ലേ, I could count 20 such. അതായത് അദ്ദേഹം പറയുവാണ്, ഇൻ ദ ടൗൺ ഓഫ് ഫ്ലോറൻസ് എലോൺ, ഫ്ലോറൻസിൽ തന്നെ, നോട്ട് ടു സ്പീക്ക് ഓഫ് ദ ഹോൾ വേൾഡ്, വലിയ ലോകം മുഴുവൻ എടുക്കണ്ട, വേർ സച്ച് മീഡിയോക്കേഴ്സ് അബൌണ്ട്. ഐ ക്യാൻ ഷോ യു ആസ് മെനി ആസ് 20 ആർട്ടിസ്റ്റ് സേസ് ആൻഡ് ഹു സ്ട്രൈവ് ആൻഡ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അറ്റൈൻ ദാറ്റ് ലെവൽ ഓഫ് പെർഫെക്ഷൻ. ഈ ഫ്ലോറൻസ് തന്നെ എടുക്കുവാണെങ്കിൽ
അവർക്ക് അയാൾക്കറിയാവുന്ന 20ഓളം പെയിൻറ്റേഴ്സ് അവർ കഷ്ടപ്പെട്ടിട്ട് അവർക്ക് ഈ പറഞ്ഞ പെർഫെക്ഷനിലേക്കും സ്റ്റാൻഡേർഡിലേക്കും പോകാൻ പറ്റിയിട്ടില്ല. he can, പക്ഷേ ഇദ്ദേഹത്തിന് അത് he can do easily. But notwithstanding their being mediocre in Andre's opinion, they are not to be condemned outright. Andre will himself make it clear later in this dramatic speech. Okay, next line. Others strive. Kando. Next line. Yes, I could count 20 such on twice your fingers and not leave this town. Who strive? You don't know how the others strive. You don't know who the others strive to paint a little thing like that you smeared carelessly passing with your robes of lot. അതായത് other artists of lesser proficiency cannot paint a picture like the one your flying robes have just now defaced as you pass it by carelessly. The force of his statement centers around two ironical words, smeared and carelessly എന്നാണ് പറയുന്നത്. അതായത് മറ്റ് ആർട്ടിസ്റ്റിനൊന്നും അവരുടെ ലെസ്സർ പ്രൊഫഷൻസി ആയതുകൊണ്ട് അവർക്കിത് ഇതേപോലെയുള്ള പിക്ചർ വരയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഹൗ ജസ്റ്റ് നൗ ഡിഫേസ് ആസ് യു പാസ് ഇറ്റ് ബൈ കെയർലെസ്ലി. അപ്പോൾ നീ കെയർലെസ് ആയിട്ടാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ദ ഫോഴ്സ് ഓഫ് ഹിസ് സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് അറൗണ്ട് ടു ഐറോണിക്കൽ വേർഡ്സ് സ്മിയർഡ് കെയർലെസ്ലി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. ഇറ്റ് ഡു മച്ച് ലെസ്. ഓക്കെ, കണ്ടോ? ഇറ്റ് ഡു മച്ച് ലെസ്, സോ മച്ച് ലെസ്. സമ്മൺ സേസ്. Andre nearly feels astonished at the difference between this yearning and the actual achievements of these artists of mediocre type. Okay, someone says some critic of art whom Andre knows but would not disclose his name. Someone എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ആൻഡ്രി അവരുടെ പേര് പറയുന്നില്ല. someone says എന്നേ പറയുന്നുള്ളൂ. some critic of art whom Andre knows but would not disclose his name. The repetition of the phrase so much less lends access to the sad feeling of the tragic fate of the minor artist. അതായത് അതുപോലെയുള്ള മൈനർ ആർട്ടിസ്റ്റിൻ്റെ ട്രാജിക് ഫേറ്റിനെ കുറിച്ച് പറയുകയാണ്. ഐ നോ ഹിസ് നെയിം നോ മാറ്റർ. എനിക്കറിയാൻ പേര് പക്ഷെ പറയുന്നില്ല. സോ മച്ച് ലെസ്. വെൽ, ലെസ് ഈസ് മോർ. അതായത് അച്ചീവ്മെൻറ്റ്സ് വിച്ച് ഫോൾ ഷോർട്ട് ഓഫ് കംപ്ലീഷൻ ബിക്കോസ് ദെയർ എയിം ഇസ് ഹൈ ആൻഡ് ബെറ്റർ ദാൻ ദോസ് കംപ്ലീറ്റഡ് വെൻ ദി എയിം ഇസ് ലോ. അതായത് അവരൊത്തിരി അച്ചീവ് ചെയ്യുന്ന ആലോചിച്ചിട്ടും അവർക്ക് അച്ചീവ്മെൻറ്റ്സ് ഇല്ല, അവർ പരാജയപ്പെട്ടു. fall short of completion because the aim is high. അവർ ഒത്തിരി സ്വപ്നം കണ്ടു and better than those completed when the aim is low. So, well, less is more, Lucretia. The statement is on the face of it paradoxical, implying much tragic irony. Andre means to say that in achieving less, the lesser painters are actually greater than he. അതായത് ഇദ്ദേഹത്തെക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള പെയിൻറ്റേഴ്സാണ്, പക്ഷെ അവർ അച്ചീവ്മെൻറ്റ് ലെസ്സാണ്. ആൻഡ് ദാറ്റ് ഹീ നോട്ട് വിസ്റ്റാൻഡിങ് ഹിസ് ടെക്നിക്കൽ മാസ്റ്ററി ഇഫ് വ്യൂഡ് ഫ്രം ദ സ്പിരിച്വൽ ആംഗിൾ ഇസ് എ ലെസ്സർ പെയിൻറ്റർ. ഹിസ് പോയിന്റ് ഈസ് ദാറ്റ് ലെസ്സർ പെയിൻറ്റേഴ്സ് ഹാവ് ഹൈ ആൻഡ് അൺഅറ്റൈനബിൾ എയിംസ്. അദ്ദേഹം പറയുന്നത് ഈ ലെസ്സർ പെയിൻറ്റേഴ്സിന്, അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവർ, അവർക്ക് എന്താണ്, അവർക്ക് അവർ നേടാത്ത എയിംസ്, അവരൊരിക്കലും സ്വപ്നം കാണുന്നുണ്ട്, അവർക്ക് വലിയ വലിയ സ്വപ്നങ്ങളാണ് അവർക്ക്, പക്ഷെ അവർക്കത് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. therefore they will continue to progress. അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു, അവർ കണ്ടിന്യൂ ടു പ്രോഗ്രസ്, അവർ ആ പുരോഗതിയിലേക്ക് വേണ്ടി അവരെപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. whereas his own art suffers from a common grayness as well. പക്ഷേ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ചെറിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണ്, ആൻഡ്രിയ വെറുതെ ഒന്ന് പ്രയത്നിച്ചാൽ പോലും അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് ചെയ്താൽ പോലും ആൻഡ്രിയയുടെ ഭയങ്കര സ്റ്റാൻഡേർഡും ഹൈനെസ്സും പെർഫെക്ഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആൻഡ്രിയ അതിനുവേണ്ടി പ്രയത്നിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആൻഡ്രിയയുടെ പെയിൻറ്റിങ്സിലെല്ലാം ഒരു സ്പിരിച്വൽ ആംഗിളിൽ നോക്കുവാണെങ്കിൽ അദ്ദേഹം ലെസ്സർ പെയിൻറ്ററാണെന്ന് പറയാണ്. ബിക്കോസ് ഹിസ് പോയിന്റ് ഇസ് ദാറ്റ് ലെസ്സർ പെയിൻറ്റേഴ്സ് ഹാവ് ഹൈ ആൻഡ് അഡ്നൈറ്റബിൾ എയിംസ് ആൻഡ് ദെർഫോർ ദേ വിൽ കണ്ടിന്യൂ ടു പ്രോഗ്രസ്. വെയർസ് ഹിസ് ഓൺ ആർട്ട് സഫേഴ്സ് ഫ്രം എ കോമൺ ഗ്രേനെസ്. മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ആർട്ടിലെല്ലാം ഒരു കോമൺ ഗ്രേനെസ് കാണുന്നുണ്ട്. ദാറ്റ് സിൽവേഴ്സ് എവരിത്തിങ്. എന്നിട്ട് പറയണം ഐ ആം ജഡ്ജഡ്. കണ്ടില്ലേ, ഐ ആം ജഡ്ജഡ് എന്ന് പറയുവാണ്. യെസ്, ഹിയർ ഐ ആം ജഡ്ജഡ്. I am judged. There burns a truer light of God in them. കണ്ടോ, truer light of God in them.
Andre bitterly realizes that the ceaseless efforts of lesser artists are itself a standard judged, according to which he stands on a lower plane. The lesser artist will go on progressing ad infinitum, but he himself will remain static and stagnant. There burns a truer light of God in them. എന്താണ്, these lesser artists are inspired and paint not merely the physical figure of their model, but also its soul. The soul, which is visible in the paintings of lesser artists, is what is valuable in all art. The greatness of artists lies in constantly aspiring to the nearest point of the highest glory of what divine light. Browning was always a thorough student of the philosophy of art, and he was always sure of the fact that the glory of all art lies in painting the soul and not the body. അപ്പോൾ റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ പെയിൻറ്റിങ്സിലും അല്ലെങ്കിൽ റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ഡ്രമാറ്റിക് മോണോലോഗ്സ് കാണിക്കുന്ന പെയിൻറ്റിങ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ഡ്രമാറ്റിക് മോണോലോഗുകളും എല്ലാം കൊണ്ടുവരുന്ന സോളാണ്, നോട്ട് ബോഡി. അതായത് ഒരു പെയിൻറ്റിങ്ങിലൂടെ അദ്ദേഹം അതിൻ്റെ ആത്മാവിനെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് പറയുവാണ്. സോ ദർ ബേൺസ് എ ട്രൂവർ ലൈറ്റ് ഓഫ് ഗോഡ് എന്ന്. മറ്റ് ലെസർ പെയിൻറ്റിങ്സൊക്കെ അവർ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്, അവർ പെർഫെക്ഷൻ വരുന്നില്ലെങ്കിലും അവരുടെ ഇതിലൊരു ലൈറ്റ് ഓഫ് ഗോഡ് കാണുന്നുണ്ട്. സോ ഇൻ ദ വീക്സ് ബെറ്റിംഗ് സഫർ. അപ്പോൾ അത് പറയുകയാണ് എന്താണ്, ഗ്രേറ്റ്നെസ് ഓഫ് ദി ആർട്ടിസ്റ്റ് ലൈസ് ഇൻ കോൺസ്റ്റൻ്റ്ലി എസ്പയറിംഗ് ടു നിയറസ്റ്റ് പോയിന്റ് ഓഫ് ദ ഹൈസ്റ്റ് ഗ്ലോറി ഓഫ് ദാറ്റ് ഡിവൈൻ ലൈറ്റ് ആൻഡ് പെയിൻ ദ സോൾ നെവർ മൈൻഡ്. According to Browning, the glory of the true and the greatest art is that in his creation there arise desires and aspiration by which the spirit mounts to God. The true light ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ വേറെ കുറച്ച് റെഫറൻസൊക്കെ അതിൻ്റെ സംബന്ധിച്ച് ഡിവൈൻ ലൈറ്റിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതായത് ഒന്ന് വായിക്കാം. തിങ്ക് ഓഫ് ട്രാ ഏഞ്ചലിക്കോ പെയിൻറ്റിങ് ഹിസ് സെയിൻസ് ആൻഡ് ഹിസ് ഏഞ്ചൽസ് ഓൺ ഹിസ് നീസ്, സ്ട്രെയിനിങ് ഹിസ് ഐസ് ടു ക്യാച്ച് ദ ഫെയിനസ്റ്റ് glimpse of the heavenly radiance of Our Lady's purity and holiness, feeling that he failed to dazzle by the brightness of divine light to catch more than shadow. ഇത് ഒരു എഡ്വേർഡ് ബെർഡോ എഴുതിയ ബ്രൗണിങ് സൈക്ലോപീഡിയയിൽ കുറച്ച് ലൈൻസാണ് ഞാൻ വായിക്കുന്നത്, റെഫർ ചെയ്യാൻ എടുത്താണ്. ആൻഡ് വി ഷാൽ നോ വൈ ഹീ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഫോൾലെസ് പെയിൻറ്റർ ആൻഡ്രിയ. നിങ്ങൾ നോക്കണമെന്നില്ല. Anyway, this will explain the paradox as expressed in the statement less is more. The lesser artists are lesser only with reference to the form and body of the. അപ്പോൾ ആൻഡ്രിയ പറഞ്ഞു വരുന്നത് ഈ ലെസ്സർ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, they are lesser only with reference to the form. അവരുടെ ഫോം ആൻഡ് ബോഡി ഓഫ് ദെയർ ആർട്ടിൽ മാത്രമേ അവർ കുറവുള്ളൂ. അവർ വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവർക്ക് അതിലൊരു കുറവാണ്, അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ബട്ട് ദേ ആർ nevertheless great as far as the soul, the divine quality of their art is concerned. അവരുടെ ആർട്ടിലൊരു ഡിവൈൻ ക്വാളിറ്റി ഉണ്ട്, ഒരു സോളുണ്ട്. അതെനിക്കില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ഈ ഒരു റിലേഷനിലുള്ള പ്രശ്നം കാരണം. അപ്പോൾ അതാണ് അയാൾ പറയുന്നത്, ഓഫ് ദർ ആർട്ട് ഈസ് കൺസേൺഡ്. ഓക്കെ.